എജ്യുമെന്ററിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാമത്തെ ഇതളായ ഭാഷാശാസ്ത്രവും വ്യാകരണവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭാഷാശാസ്ത്രം എന്ന മേഖലയിൽ പ്രാചീന ഭാരതത്തിലെ ഭാഷാ പഠന രീതികൾ, പ്രയുക്ത ഭാഷാശാസ്ത്രം എന്താണ്, ഭാഷാ കക്ഷികൾ ഏതൊക്കെയാണ്, ഭാഷാഗോത്രങ്ങൾ, സ്വനവിജ്ഞാനം, രൂപവിജ്ഞാനം, വാക്യവിജ്ഞാനം, അർത്ഥവിജ്ഞാനം, ഭാഷാഭേദവിജ്ഞാനം, സാമൂഹിക ഭാഷാശാസ്ത്രം, പരിസ്ഥിതി ഭാഷാശാസ്ത്രം, വംശീയ ഭാഷാശാസ്ത്രം, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, ധൈഷണിക ഭാഷാശാസ്ത്രം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വ്യാകരണത്തിന്റെ ഭാഗത്ത് മലയാള ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ, ദ്രാവിഡ ഭാഷകൾ, തമിഴും മലയാളവും തമ്മിലുള്ള സജാത്യ വൈജാത്യങ്ങൾ, കക്ഷിയാ വിഭജനം, നാമങ്ങളുടെയും ക്രിയകളുടെയും കാര്യത്തിൽ മലയാളത്തിന് സംസ്കൃതത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ, മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ, സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, നാമരൂപം, ലിംഗം, വചനം, വിഭക്തി, വിഭക്തി ആഭാസം, തദ്ധിതം, ക്രിയാരൂപം, പൂർണ്ണക്രിയ, അപൂർണക്രിയ, കാലം, പ്രകാരം, പ്രയോഗം, പ്രകൃതി, നിഷേധം, അനുപ്രയോഗം, ഭേദകം, സന്ധി, സമാസം എന്നിവയെല്ലാം നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം വ്യാകരണം എന്ന ഭാഗം നോക്കാം. വ്യാകരണത്തിന്റെ നിർവചനം എന്താണ്? ഭാഷയെക്കുറിച്ചും ഭാഷാ വ്യവഹാരങ്ങളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ വിശദീകരണമാണ് വ്യാകരണം എന്ന് പറയുന്നത്. ഒരു ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കാനുള്ള നിയമങ്ങളെ വിവരിക്കുന്ന ശാസ്ത്രം എന്നാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ശബ്ദതാരാവലിയിൽ വ്യാകരണത്തിന് അർത്ഥമായി കൊടുത്തിട്ടുള്ളത്. ഭാഷയിലെ ശരിതെറ്റുകൾ കണ്ടെത്തുക മാത്രമല്ല, പ്രയോഗങ്ങളെ ശാസ്ത്രീയമായി വിവരിക്കുക എന്നതും വ്യാകരണത്തിന്റെ ധർമ്മമാണ്. വ്യാകരണം ഒരു ശാസ്ത്രമെന്ന നിലയിൽ ആദ്യമായി വികസിച്ചത് ഭാരതത്തിലാണ്. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് വേദാംഗങ്ങളിൽ ഒന്നാണ് വ്യാകരണം. ഏതൊക്കെയാണ് വേദാംഗങ്ങൾ? ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, കൽപ്പം, ജ്യോതിശാസ്ത്രം എന്നിവയാണ് 6 വേദാംഗങ്ങൾ. ഇവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്, നന്നായി പഠിച്ചു വെക്കുക. ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, കൽപ്പം, ജ്യോതിശാസ്ത്രം എന്നിവയാണ് 6 വേദാംഗങ്ങൾ. ഇതിൽ ശിക്ഷയും നിരുക്തവുമാണ് ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം ശിക്ഷ എന്ന് പറയുന്നത് ഉച്ചാരണ നിയമങ്ങളും നിരുക്തം എന്ന് പറയുന്നത് പദനിഷ്പത്തിയും അർത്ഥവും വ്യക്തമാക്കുന്നതുമാണ്. പാണിനി രചിച്ച അഷ്ടാധ്യായിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥം. പാണിനിയുടെ സൂത്രങ്ങളെ കാർത്യായനനും പതഞ്ജലിയും പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ഭാരതീയ ഭാഷകളിലെ മിക്ക വ്യാകരണങ്ങളും പാണിനീയ ദർശനത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മലയാള വ്യാകരണ പഠനങ്ങൾക്ക് ഏകദേശം 6 നൂറ്റാണ്ടിന്റെ പഴക്കമേ ഉള്ളൂ. ലീലാതിലകമാണ് ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥമായി കരുതപ്പെടുന്നത്. എന്നാൽ ഇത് മലയാള ഭാഷയുടെ വ്യാകരണ ഗ്രന്ഥമല്ല, മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ്. ഇതിലെ ആദ്യത്തെ 3 ശില്പങ്ങളിലാണ് വ്യാകരണ ചർച്ചകൾ നടക്കുന്നത്. 1ഉം 2ഉം ശില്പങ്ങൾ ഭാഷാ ചർച്ചക്കായും 3ാം ശില്പം സന്ധി ചർച്ചക്കായും ലീലാതിലകത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. ലീലാതിലകത്തിന് ശേഷം ഏകദേശം 2 നൂറ്റാണ്ടോളം പ്രധാന വ്യാകരണ രചനകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് പാശ്ചാത്യ മിഷണറിമാരുടെ വരവോടെയാണ് ശാസ്ത്രീയമായ വ്യാകരണ പഠനങ്ങൾ ആരംഭിച്ചത്. പോർച്ചുഗീസ് ഭാഷയിൽ ആഞ്ചലോസ് ഫ്രാൻസിസ് എഴുതിയ വാമൊഴിയുടെ വ്യാകരണമാണ് ആദ്യകാല രചനകളിലൊന്ന്. ഇതിനെക്കുറിച്ച് പൗലിനോസ് പാദ്രിയുടെ വിവരണങ്ങളിൽ നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. പിന്നീട് അർണോസ് പാദ്രിയാണ് ശ്രദ്ധേയമായ മറ്റൊരു വ്യാകരണ ഗ്രന്ഥം രചിക്കുന്നത്. ഇത് പോർച്ചുഗീസ് ഭാഷയിലാണ്. അതിനുശേഷം ഇംഗ്ലീഷുകാരനായ റോബർട്ട് ഡ്രമണ്ട് ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ശേഷം ഗാർത്ത് വൈറ്റ് 1860 മലയാള വ്യാകരണ സംഗ്രഹം എന്ന ഗ്രന്ഥം രചിച്ചു. വിദേശ മിഷണറിമാർ എഴുതിയ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുണ്ടർട്ടിന്റെ മലയാള ഭാഷാ വ്യാകരണമാണ്. 1851 പ്രസിദ്ധീകരിച്ച ഇത് 1868 വിപുലീകരിക്കുകയുണ്ടായി. അക്ഷരകാന്ഡം, പദകാന്ഡം, വാചകകാന്ഡം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 878 ഖണ്ഡങ്ങൾ ഇതിലുണ്ട്.
അടുത്തത് 1863 ജോർജ് മാത്തൻ രചിച്ച മലയാളമയുടെ വ്യാകരണമാണ്. ഒരു മലയാളി രചിച്ച ആദ്യത്തെ മലയാള വ്യാകരണ ഗ്രന്ഥമാണിത്. മലയാളത്തിൽ പൂർണ്ണമായും രചിക്കപ്പെട്ട ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം കൂടിയാണിത്. അടുത്തത് 1875 കേരള കൗമുദി എന്ന കോവുണ്ണി നെടുങ്ങാടിയുടെ ഗ്രന്ഥമാണ്. ഇതിൽ 388 ശ്ലോകങ്ങളും അവയുടെ ലഘുവിവരണങ്ങളും ഉൾപ്പെടുന്നു. ഇനി മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ വ്യാകരണ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കേരള പാണിനീയമാണ്. AR രാജരാജവർമ്മ രചിച്ച കേരള പാണിനീയം. ഇതിൻ്റെ ആദ്യ പതിപ്പ് 1896 പരിഷ്കരിച്ച രണ്ടാം പതിപ്പ് 1916 പുറത്തിറങ്ങിയത്. ശേഷഗിരി പ്രഭു അടക്കമുള്ള പണ്ഡിതന്മാരുടെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടാം പതിപ്പ് അദ്ദേഹം തയ്യാറാക്കിയത്. മറ്റ് പ്രധാന വ്യാകരണ ഗ്രന്ഥങ്ങളാണ് ശേഷഗിരി പ്രഭുവിൻ്റെ വ്യാകരണമിത്രം, കെ സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം തുടങ്ങിയവ. AR രാജരാജവർമ്മ കേരള പാണ്ഡിത്യത്തിൻ്റെ പീഠികയിൽ 53 അക്ഷരങ്ങളുടെ പട്ടിക നൽകുന്നുണ്ട്. ഭാഷാശാസ്ത്ര പ്രകാരം വർണ്ണം എന്നതാണ് മൂലതത്വം. എന്നാൽ നമ്മൾ എഴുതുന്നത് പല വർണ്ണങ്ങൾ ചേർന്ന അക്ഷരങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർണ്ണമാലയല്ല ഉള്ളത്, അക്ഷരമാലയാണ്. സ്വയം ഉച്ചാരണക്ഷമമായതുകൊണ്ട് സ്വരം ഒരു ഒറ്റ വർണ്ണമായ അക്ഷരമാണ്. എന്നാൽ വ്യഞ്ജനങ്ങൾ ഉച്ചാരണ സൗകര്യത്തിനായി സ്വരങ്ങളെ ചേർത്താണ് ഉച്ചരിക്കുന്നത്. നോക്കൂ, ക എന്ന വർണ്ണത്തോട് ആ എന്ന സ്വരം ചേരുമ്പോഴാണ് ക എന്ന അക്ഷരം ഉണ്ടാകുന്നത്. നമ്മുടെ ലിപികള് വർണ്ണമാലയേക്കാൾ ഉപരി അക്ഷരമാല എന്ന ഗണത്തിലാണ് പെടുന്നത്. വർണ്ണങ്ങളെയും അക്ഷരങ്ങളെയും കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.